സോ KTU BTech S2 സ്റ്റുഡൻസിൻ്റെ അക്കാഡമിക് കലണ്ടറിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഈ വീഡിയോൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ക്ലാസ് എന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നായിരിക്കും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പരീക്ഷ, എന്നായിരിക്കും നിങ്ങളുടെ ക്ലാസ് എൻഡ് ചെയ്യുക, നിങ്ങളുടെ ഫസ്റ്റ് സീരീസ് എന്നായിരിക്കും, അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ വീഡിയോൻ്റെ അകത്ത് നമ്മൾ പറയും. ആദ്യം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ 2 സ്ലൈഡ് എടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്ലൈഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 കാര്യങ്ങളാണ്. സോ ഇത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 21/1/2025 ആണ്. 21-ാം തീയതിയാണ് നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 21-ാം തീയതി ചൊവ്വാഴ്ച നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, സെമസ്റ്റർ എൻറോൾമെൻറ്റ് തുടങ്ങുന്നത് എന്നാന്ന് കൃത്യമായിട്ട് നോക്കുള്ളൂ. 22-ാം തീയതി അത് സ്റ്റാർട്ട് ചെയ്യും. 22-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ സെമസ്റ്റർ എൻറോൾമെൻറ്റ് എൻഡ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നോക്കിക്കോളൂ, 28-ന്. അപ്പോൾ 22 മുതൽ 28 വരെ സെമസ്റ്റർ എൻറോൾമെൻറ്റ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴ്സ് സെലക്ഷൻ ആൻഡ് മാപ്പിംഗ്. കോഴ്സ് സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴാണ് 30-ാം തീയതിയാണ്, അത് എൻഡ് ചെയ്യുന്നത് 5-ാം തീയതിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാം പെട്ടെന്നാണ്. അപ്പോൾ ഡേറ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ എക്സാം രജിസ്ട്രേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റുഡൻറ്റ് ലെവൽ എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് 8/2/2008-ാം തീയതി. അതായത് ഫെബ്രുവരി 8-ാം തീയതി ആയിരിക്കും നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ എക്സാം രജിസ്ട്രേഷൻ 13-ാം തീയതി തീരും. ഓക്കെ, കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ലേറ്റ് ആയിട്ട് ചെയ്ത് പിന്നെ കുറേ നേരമൊക്കെ KTUവിലൊക്കെ വിളിച്ചൊക്കെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. എന്ത് മനസ്സിലാക്കുക, നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡേറ്റ് പറയാലോ. അപ്പോൾ നിങ്ങൾ ആ ഒരു ഡേറ്റ് ഒക്കെ എത്തുമ്പോൾ തന്നെ ഒരു 10-ാം തീയതിനുള്ളിൽ തന്നെ തീർക്കാൻ നോക്കുക. ഓക്കെ, 13-ാം തീയതി വരെ ലാസ്റ്റ് ഡേറ്റ്. പിന്നെ എക്സാം രജിസ്ട്രേഷൻ കോളേജ് ലെവൽ സബ്മിഷൻ 19-ാം തീയതി വരെയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആദ്യം പറയുള്ളത്. സോ വളരെ ശ്രദ്ധിക്കുക, ഈ ഡേറ്റ്സ് കൃത്യമായിട്ട് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, നിങ്ങളുടെ സെമസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെമസ്റ്ററാണ്. S1 പോലെയല്ല, S2 ഒരുപാട് കോർ കാര്യങ്ങൾ പഠിക്കാനൊക്കെയുള്ള നേരത്തെ തന്നെ പഠിച്ചു പോവാം. അപ്പോൾ ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. സോ അതിൻ്റെ മുന്നേ ഇൻട്രസ്റ്റ് ഉള്ള എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൻ്റെ S2 ചന്ദ്ര ബാച്ച് എടുക്കാം. ഞാൻ കാര്യം പറയുന്നത് ഫീസ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 5,999 ആണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഗേറ്റ് ഓറിയൻറ്റഡ് ലൈവ് ക്ലാസ്സസ് ആണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ലൈവ് ആകുമ്പോൾ കൃത്യമായിട്ട് ഡൗട്ട് അപ്പം ക്ലിയർ ചെയ്യാൻ പറ്റും. ഒരു കാര്യം പറയാം, നിങ്ങൾ കോർ ഇയറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്ത് മനസ്സിലാക്കുക, നിങ്ങൾ കോർ കോൺസെപ്റ്റ്സ് നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടാൽ നല്ല മാർക്ക് മേടിക്കാം. മാർക്കിന് മാത്രം പ്രാധാന്യം കൊടുക്കാത്ത കൺസെപ്റ്റ്സിന് പ്രാധാന്യം കൊടുക്കുക. മനസ്സിലാക്കി പോവുക. എസ്പെഷ്യലി എല്ലാ ബ്രാഞ്ചുകാരും, ഒരു ബ്രാഞ്ചുകാരും മനസ്സിലാക്കാതെ പോകേണ്ട കാര്യമില്ല. ആൻഡ് ലെക്ചർ നോട്ട്സ് അവൈലബിൾ ആണ്. ഫ്രീ S2 ക്രാഷ് കോഴ്സ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പല കുട്ടികൾക്കും അത് പെയ്ഡ് ആയിരിക്കും. നിങ്ങൾ ഈ കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ഇതിൽ കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എന്തായാലും ക്ലാസ്സുകൾ എടുക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സ് കൊടുത്തിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ബാക്കി കലണ്ടർ നോക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് നിങ്ങളുടെ സീരീസ് പരീക്ഷ എന്നായിരിക്കും. സീരീസ് 1 4/3/2025 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്, അതായത് മാർച്ച് 3-ാം തീയതി ആകുമ്പോഴത്തേക്ക് എന്താവണം, നിങ്ങളുടെ സീരീസ് പരീക്ഷ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്ന് പറയാം. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, ആ ഫെബ്രുവരി എൻഡിലായിരിക്കും എന്തായിരിക്കും സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ മീറ്റിങ്ങിൻ്റെ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 14/3-നായിരിക്കും അങ്ങനത്തെ കാര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ KTU അടുത്ത ശ്രദ്ധിക്കേണ്ടത് സീരീസ് 2 നോക്കിയാൽ മതി. ബാക്കിയൊക്കെ അത്ര സീരീസ് അല്ല. 16/4/2025, അതായത് നിങ്ങളുടെ ഈ സീരീസ് 1 കഴിഞ്ഞിട്ട് 1 മന്ത് കഴിയുമ്പോഴത്തേക്ക് എന്താണ് നിങ്ങളുടെ സീരീസ് 2 സ്റ്റാർട്ട് ചെയ്യും. എല്ലാം പെട്ടെന്ന് തന്നെയാണ്. ഞാൻ വീണ്ടും പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെയാണ് നടക്കാൻ പോകുന്നത്. സീരീസ് 1 കഴിയുമ്പോഴത്തേക്ക് സീരീസ് 2 എത്തി, ഒരു മാസം കൊണ്ട്. അപ്പം ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ 2 മൊഡ്യൂളിൻ്റെ ടോപ്പിക്സ് തീർന്ന് എന്നാലും നിങ്ങൾക്ക് സീരീസ് ഉണ്ടാവും. പിന്നെ അടുത്ത ക്ലാസ്സിൻ്റെ എൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസ് ഫീഡ്ബാക്ക്, അത് മാൻഡേറ്ററി ആണ്. അതെന്നാലും അത്ര സീരിയസ് അല്ല. ക്ലാസ് എൻഡ്സ് പബ്ലിക്കേഷൻ ഓഫ് അറ്റൻഡൻസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, BTech S2ൻ്റെ ക്ലാസ് എൻഡ് ചെയ്യാൻ പോകുന്നത് 25, അതായത് 25/4/2025 നിങ്ങളുടെ ക്ലാസ് എൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്നാണ് നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് 21/1/2025. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഏകദേശം നിങ്ങൾക്ക് എത്രയാണ്, 1, 2, 3 3 മാസത്തെ ക്ലാസ് തന്നെയാണ് ഈ ഒരു സെമസ്റ്ററിൽ വരുന്നത്. 3 മാസം ഏകദേശം. അതിൽ ഒരുപാട് ഹോളിഡേയ്സ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 70 days ഒക്കെ തന്നെയുള്ളൂ മാക്സിമം നിങ്ങൾക്ക് ഈ സെമസ്റ്ററിലും ക്ലാസ് വരുന്നത്. എന്നാലും 4 മൊഡ്യൂൾ പഠിക്കാനുണ്ട്. യൂണിവേഴ്സിറ്റി പരീക്ഷ ഉണ്ട്, സീരീസ് പരീക്ഷ ഉണ്ട്, അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള കൺസെപ്റ്റ്സ് പഠിക്കേണ്ടത്. അപ്പം തിങ്ക് വൈസ് ആൻഡ് ഡു ഗുഡ് തിങ്സ്, അത്രേ പറയുള്ളൂ. നല്ല ഹാർഡ് വർക്ക് ചെയ്യുക, അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യുക, അത്യാവശ്യം കോളേജ് എൻജോയ് ചെയ്യുക. പക്ഷേ പഠിക്കുന്ന കാര്യത്തിൽ ഒരു അത്യാവശ്യം ടൈം അതിനും കൊടുക്കുക. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ മാർക്ക് കാര്യങ്ങളൊക്കെ KTUവിൽ 28/4 പബ്ലിഷ് ചെയ്യണം. അപ്പോൾ 25-ാം തീയതിയോടെ നിങ്ങളെ പരിപാടി ചെയ്യും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫോർ അറ്റൻഡൻസ് ഇൻ ഇൻ്റർവ്യൂ വിത്തൗട്ട് ഫൈൻ 30/4/2025. പിന്നെ കൊമൻസ്മെൻറ്റ് ഓഫ് എൻഡ്, അതായത് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 5/5/2025. അതായത് ഇപ്പം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ജനുവരി കഴിഞ്ഞ് അടുത്ത യൂണിവേഴ്സിറ്റി പരീക്ഷ നിങ്ങൾ എപ്പോൾ എഴുതണം, മെയ്യിൽ എഴുതണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 25 ക്ലാസ് കഴിഞ്ഞു. അതിൻ്റെ അടുത്ത മാസത്തെ
കഴിയുമ്പോഴത്തേക്ക് എന്താണ് ഏകദേശം ഒരു 3 മാസം കഴിയുമ്പോൾ അത് ഇതേപോലെ തന്നെയാണ് K2-ന് അധികം പോലും ഞങ്ങളൊക്കെ ഒരുപാട് ഫേസ് ചെയ്താണ്. അത് വലിയ ടഫായിട്ടുള്ള ശീലമായിക്കോളും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലും നിങ്ങളൊരു കാര്യം പ്രാധാന്യം വരെ എഫേർട്ട് എടുത്ത് കൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് വയ്ക്കുക. മാർക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട. അറ്റ്ലീസ്റ്റ് ഒരു 7.5 to 8.5 ഇടയിൽ ഒരു CGPയും കൂടി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പറ്റുവാണെങ്കിൽ ഇറ്റ്സ് എ ബെറ്റർ തിങ്, ഇറ്റ്സ് എ ബെസ്റ്റ് തിങ്. കൂടെ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി ബൈ ഹാർട്ട് കാര്യങ്ങളൊന്നും ചെയ്യാതെ കൺസെപ്റ്റ് മനസ്സിലാക്കി പാസ്സാകാൻ വേണ്ടി എന്തൊക്കെ 4 ടോപ്പിക്ക് പഠിച്ച് പോവാതെ കൺസെപ്റ്റ് മനസ്സിലാക്കി പോവുക. ഇറ്റ് വിൽ ബി ഹൈലി ബെനിഫിഷ്യൽ ഫോർ യുവർ എൻറ്റയർ കരിയർ. സോ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.